റേഡിയോ ജൻവാണി 90.8 FM മലയാളത്തിന്റെ മധുരതരംഗം. കാതോരം മിനിമൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ചുവടുകളിൽ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. FM ഓപ്പൺ സ്പേസ്, പാട്ടിനപ്പുറം അല്പം വിജ്ഞാനം. FM ഓപ്പൺ സ്പേസിന്റെ പുതിയ ലക്കത്തിലേക്ക് പ്രിയപ്പെട്ട ജൻവാണി ശ്രോതാക്കളെ ഹാർദമായ സ്വാഗതം. ബ്രാൻഡിംഗ് വെറും ഒരു പേരല്ല, അതൊരു വിശ്വാസമാണ്. ഈ ഒരു ടോപ്പിക്കിലൂടെയാണ് ഈ ആഴ്ച നമ്മൾ കടന്നു പോകുന്നത്. മറ്റുള്ളവർ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നുവോ അതാണ് ബ്രാൻഡ്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസിന്റെ വാക്കുകളാണിത്. ഒരു ബിസിനസ്സിനെയോ ഉൽപ്പന്നത്തെയോ ആളുകൾക്കിടയിൽ സവിശേഷമായി അടയാളപ്പെടുത്തുന്ന പ്രക്രിയയാണ് ബ്രാൻഡിംഗ്. ഉപഭോക്താവിന് നൽകുന്ന വാഗ്ദാനവും മികച്ച സേവനം നൽകുമെന്ന ഉറപ്പുമാണ് ബ്രാൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയുടെ ലോഗോ, പരസ്യം, ഉപഭോക്താക്കളോടുള്ള പെരുമാറ്റം, ഉൽപ്പന്നത്തിന്റെ പാക്കിംഗ് എന്നിവയെല്ലാം ചേർന്ന് നൽകുന്ന സവിശേഷമായ ഒരു ഘടകമാണ് ബ്രാൻഡിംഗ്. ബ്രാൻഡിംഗ് എന്നാൽ തലച്ചോറുകളെ സ്വാധീനിക്കുന്നതല്ല, മറിച്ച് ഹൃദയങ്ങളെ കീഴടക്കുന്ന കല കൂടിയാണ്. മികച്ച ബ്രാൻഡ് തിരഞ്ഞെടുക്കുവാനുള്ള ശ്രമം ആരംഭിച്ചതോടെ ബ്രാൻഡിങ്ങിന്റെ പ്രാധാന്യം വർദ്ധിച്ചു. കാലത്തിന്റെ കുത്തൊഴുക്കിലും മങ്ങാത്ത തനിമയുടെ മുഖമുദ്രയായി ബ്രാൻഡിംഗ് മാറി. ഓരോ ബ്രാൻഡിങ്ങിനും പറയാൻ ഒരു കഥയുണ്ടാകും. ആ കഥ ഉപഭോക്താവിന്റെ ജീവിത കഥയുമായി ഇഴചേരുമ്പോഴാണ് ബ്രാൻഡിംഗ് പൂർണ്ണമാകുന്നത്. ഒരു ഉൽപ്പന്നം വിൽക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു സംസ്കാരമോ അനുഭവമോ വിൽക്കുവാൻ ബ്രാൻഡിങ്ങിലൂടെ സാധിക്കുന്നു. ബ്രാൻഡിങ്ങിനെ വിശ്വാസത്തിന്റെ വിശ്വരൂപമായും അനുഭൂതിയുടെ അടയാളപ്പെടുത്തലായും അനശ്വരമായ സാന്നിധ്യവുമായി കണക്കാക്കപ്പെടുന്നു. തൊട്ടിൽ മുതൽ ശവക്കുഴി വരെയുള്ള ജീവിതത്തിന്റെ സമസ്ത സന്ധികളിലും ഒരു നിഴൽ പോലെ പിന്തുടരുന്ന ബ്രാൻഡിംഗ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. ബ്രാൻഡിംഗ് ഇല്ലാത്ത ഒരു മേഖലയും ഇന്നില്ല. ഇന്ന് ജീവിക്കുന്നത് ബ്രാൻഡുകളുടെ ലോകത്താണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനു പിന്നിലും ഒരു ബ്രാൻഡിന്റെ അടയാളമുണ്ട്. കന്നുകാലികളിൽ നിന്ന് വിപണിയിലേക്ക് എന്ന് പറഞ്ഞാലേ ബ്രാൻഡിങ്ങിന്റെ ചരിത്രം പൂർണ്ണമാകുകയുള്ളൂ. പഴയ നോസ് ഭാഷയിലെ ബ്രാൻഡർ എന്ന വാക്കിൽ നിന്നാണ് ബ്രാൻഡ് എന്ന പദം ഉണ്ടായത്. പൊള്ളിക്കുക അഥവാ ചൂടുവയ്ക്കുക എന്നാണ് ബ്രാൻഡിംഗ് എന്ന പദത്തിന്റെ അർത്ഥം. പഴയകാലത്ത് കന്നുകാലി ഉടമകൾ തങ്ങളുടെ മൃഗങ്ങളെ മറ്റുള്ളവരുടെ കന്നുകാലികളിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് കന്നുകാലികളുടെ ശരീരത്തിൽ ഇരുമ്പ് പഴുപ്പിച്ച് അടയാളം നൽകാറുണ്ടായിരുന്നു. ഈ അടയാളപ്പെടുത്തലുകൾ പിന്നീട് വ്യാപാര മേഖലയിലേക്ക് വരികയും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും ഉടമസ്ഥാവകാശവും വ്യക്തമാക്കുന്ന ഒന്നായി ഇത് മാറുകയും ചെയ്തു. പാക്കറ്റുകളിൽ അടയാളങ്ങൾ നൽകി തുടങ്ങിയതോടെ ഉപഭോക്താക്കൾക്ക് തങ്ങൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നം ഏത് കമ്പനിയുടെ ഉൽപ്പന്നമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. വ്യവസായ വിപ്ലവം ആരംഭിച്ചതോടെ പരസ്യങ്ങളുടെ സഹായത്തോടെ ബ്രാൻഡിംഗ് ശക്തിപ്പെട്ടു. വിൽക്കുന്ന ഉൽപ്പന്നത്തിന്റെയും സേവനത്തിന്റെയും ജീവനും വ്യക്തിത്വവും നൽകുന്ന കലയായി ബ്രാൻഡിംഗ് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ മനഃശാസ്ത്രത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയതോടെ ബ്രാൻഡിംഗ് ഒരു വികാരമായി മാറി. ലോഗോയോ പേരോ മാത്രമല്ല, അതൊരു അനുഭവമായി ബ്രാൻഡിംഗ് ജനങ്ങളെ പരിവർത്തിപ്പിച്ചു. ഇന്ന് ബ്രാൻഡിംഗ് ഒരു ആഡംബരമല്ല, മറിച്ച് ബിസിനസ് നിലനിൽക്കുവാനുള്ള ഒരു അവശ്യ ഘടകമായി മാറിത്തീർന്നിരിക്കുന്നു. ആധുനിക ബ്രാൻഡിങ്ങിന്റെ പിതാവായി 18ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രശസ്ത മൺപാത്ര ശില്പി ജോസിയ വെഡ്ജ്വുഡിനെ കണക്കാക്കപ്പെടുന്നു. സ്വന്തം പേര് ഉൽപ്പന്നത്തിൽ രേഖപ്പെടുത്തി രാജകുടുംബത്തിന്റെ അംഗീകാരം നേടിയതിനാലാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ബ്രാൻഡിങ്ങിനെ പരസ്യകലയുമായി ബന്ധിപ്പിച്ച ജെ വാൾട്ടർ തോംസിന്റെ പേരും ബ്രാൻഡിംഗ് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബാസ് ആൻഡ് കോ എന്ന ബിയർ നിർമ്മാണ കമ്പനി ആദ്യമായി ഒരു ലോഗോ 1876 ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്തതോടെ ബ്രാൻഡിങ്ങിന്റെ പ്രയാണം ആരംഭിച്ചു. ബ്രാൻഡിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ബ്രാൻഡിംഗ് ദീർഘകാല പ്രക്രിയയാണ്.
ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളുള്ള വിപണിയിൽ നിന്ന് എളുപ്പത്തിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുവാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കണമെങ്കിൽ തീർച്ചയായും ചില ഘടകങ്ങൾ ഉൽപ്പന്നങ്ങൾക്ക് ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. പരിചയമില്ലാത്ത ഒരു ഉൽപ്പന്നത്തെക്കാൾ പണ്ട് കേട്ട് പരിചയിച്ച ബ്രാൻഡിങ്ങിനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. സ്വത്വബോധവുമായും സ്റ്റാറ്റസുമായും ഒക്കെ ബ്രാൻഡിംഗ് ബന്ധപ്പെട്ട് കിടക്കുന്നു. ബ്രാൻഡിങ്ങിന് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലക്ഷ്യം നിശ്ചയിക്കൽ, പ്രത്യേക ഉൽപ്പന്നത്തിലോ വിഷയത്തിലോ. ലോഗോ ഡിസൈൻ ചെയ്യൽ ആകർഷകവും ലളിതവുമായിരിക്കണം. വിഷ്വൽ ഐഡന്റിറ്റി, കളർ കോഡ് എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വിശ്വസ്തത ഉണ്ടാക്കൽ, മികച്ച ആശയവിനിമയ ഉള്ളടക്കം. സ്ഥിരത, ഗുണമേന്മ അഥവാ ഗുണനിലവാരമുള്ള ഉള്ളടക്കം. സത്യസന്ധത, വൈകാരിക ബന്ധം, മതിപ്പ്, ഐഡന്റിറ്റി, വിശ്വാസം, മൂല്യം. ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനുള്ള സംവിധാനമുണ്ടാക്കൽ. ബിസിനസിന്റെ വിജയത്തിൽ ബ്രാൻഡിങ്ങിന് നിർണായക പങ്കുണ്ട്. വിപണിയെ തിരിച്ചറിയണം. വിശ്വസ്തതയും പ്രൊഫഷണലിസവും ബ്രാൻഡിങ്ങിന്റെ ഭാഗമാക്കിയാൽ അത് മികച്ച അനുഭവമായി മാറുന്നതാണ്. ബിസിനസിന് മുഖവും ശബ്ദവും നൽകുന്ന ബ്രാൻഡിങ് വെറുമൊരു കച്ചവട തന്ത്രമല്ല, മറിച്ച് ഒരു സ്ഥാപനത്തിന്റെ ആത്മാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബ്രാൻഡിംഗ് എന്നത് ഉൽപ്പന്നത്തിന് നൽകുന്ന പേര് മാത്രമല്ല, മറിച്ച് അത് ആ സ്ഥാപനത്തിന്റെ കയ്യൊപ്പാണ്. വ്യക്തിയുടെ സ്വഭാവം പോലെ ബ്രാൻഡിങ്ങിന്റെ ഗുണനിലവാരം വിപണിയിലെ തിരക്കുകൾക്കിടയിൽ ഒരു ഉൽപ്പന്നത്തെ വേറിട്ടതാക്കും. വാക്കുകളാൽ വിവരിക്കാത്തതും എന്നാൽ പ്രവൃത്തിയിലൂടെ അനുഭവവേദ്യമാകുന്നതുമായ ഒരു മൗന വാഗ്ദാനമാണ് ബ്രാൻഡിംഗ്. ലോഗോ കാണുമ്പോൾ തന്നെ ആളുകൾ ഉൽപ്പന്നത്തെ വിശ്വസിക്കുന്നതാണ്. ആളുകൾക്ക് ഓർക്കാനുണ്ടാകുന്ന മൂല്യമാണ് ബ്രാൻഡ്. ബ്രാൻഡ് കെട്ടിപ്പടുക്കുവാൻ വർഷങ്ങൾ വേണം, പക്ഷേ അത് തകരാൻ 5 മിനിറ്റ് മതി. ലോഗോ ഒരു മുഖമാണെങ്കിലും ബ്രാൻഡിങ്ങിന്റെ ആത്മാവ് എന്ന് പറയുന്നത് വിശ്വസ്തതയും ഗുണനിലവാരവുമാണ്. അത് പണയപ്പെടുത്തി വ്യാജ ബ്രാൻഡുകൾ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്നുണ്ട്. എന്താണ് പരിസ്ഥിതി സൗഹൃദ ബ്രാൻഡിംഗ്? കേവലം ഉൽപ്പന്നത്തിന്റെ ലോഗോയിലോ പാക്കേജിലോ പച്ചനിറം നൽകുന്നത് മാത്രമല്ല, നിർമ്മാണം മുതൽ ഉൽപ്പന്നം വിൽപ്പന നടത്തി ഉപയോഗിച്ചതിന് ശേഷം നശിപ്പിക്കുന്നതുവരെ എല്ലാ ഘട്ടത്തിലും പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയെയാണ് പരിസ്ഥിതി സൗഹൃദ ബ്രാൻഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ ബ്രാൻഡിംഗ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഗ്രീൻ ബ്രാൻഡിങ്ങിന് ഇനി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകണം. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ സുസ്ഥിരവും റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നതുമായിരിക്കണം. കുറഞ്ഞ കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടായിരിക്കണം. ഉൽപാദന സമയത്ത് ഹരിതഗൃഹവാതകങ്ങളുടെ കുറഞ്ഞ പുറത്തേക്ക് വിടൽ മാത്രമായിരിക്കണം. പ്ലാസ്റ്റിക് രഹിതമായ പാക്കേജ്, പ്രകൃതിക്ക് ഇണങ്ങുന്ന മണ്ണിലേക്ക് ലയിക്കുന്ന പാക്കേജ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ധാർമ്മികമായി ഉൽപാദനം നടത്തണം. മികച്ച പരിസ്ഥിതി സൗഹൃദ പ്രിന്റിംഗ് ആയ പടഗോണിയ വസ്ത്രങ്ങൾ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ മികച്ച ഉദാഹരണങ്ങളാണ്. വസ്ത്രങ്ങൾ റീസൈക്കിൾ ചെയ്ത് പുതിയത് നിർമ്മിക്കുന്ന കമ്പനി ഞങ്ങളുടെ ജാക്കറ്റ് വാങ്ങരുത് എന്നുവരെ പരസ്യത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ ലോകത്തെ മികച്ച മാതൃകയായ ടെസ്ല പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ്. ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ കെമിക്കൽസിന് പകരം സസ്യങ്ങളിൽ നിന്നുള്ള പ്രകൃതിദത്ത ചേരുവകൾ ചേർക്കുന്ന 7th ജനറേഷൻ ഉൽപ്പന്നങ്ങളും ഈ ഗണത്തിൽ വരുന്നതാണ്. ISO 14001 ബി കോർപ്പ് സാക്ഷ്യപത്രം, കാർബൺ നികുതി കൊടുക്കുന്നുണ്ടോ എന്നിവ കൂടി ഈ കാര്യത്തിൽ പരിശോധിക്കുന്നത് അഭികാമ്യമായിരിക്കുന്നതാണ്. മികച്ച ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടാലോ? ലോകത്തിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ ഗവൺമെന്റ് ബ്രാൻഡായി എസ്റ്റോണിയയെ കണക്കാക്കുന്നു. ഇന്ത്യയിലെ UPI, ആധാർ, സിംഗപ്പൂർ സർക്കാർ പോർട്ടൽ എന്നിവ കൂടി മികച്ച സർക്കാർ മാതൃകകളാണ്. മികച്ച നൂതന സാങ്കേതിക വിദ്യയിലൂടെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആപ്പിൾ കമ്പനിയാണ് ലോകത്തിലെ 2026 മികച്ച ബ്രാൻഡിംഗ്. 2 മൈക്രോസോഫ്റ്റ്, 3 ഗൂഗിൾ, 4 ആമസോൺ, 5 എൻവിഡിയ, 6 ടിക്ടോക്ക്, 7 വാൾമാർട്ട്, 8 സാംസങ്, 9 ഫേസ്ബുക്ക്, 10 സ്റ്റേറ്റ് ഗ്രിഡ്. ഇതിൽ 7 കമ്പനികളും USA-യിൽ നിന്നുള്ളതാണ്. 2 എണ്ണം ചൈനയുടേതും 1 സൗത്ത് കൊറിയയിൽ നിന്നുള്ളതാണ്. 2025 9ാം സ്ഥാനത്തുള്ള എൻവിഡിയ 2026 AI വിപ്ലവം കാരണം 5ാം സ്ഥാനത്ത് എത്തിയത് ബ്രാൻഡിങ്ങിൽ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. ഇന്ത്യയിൽ ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, HDFC എന്നീ മികച്ച മാതൃകകൾ ഉണ്ട്. വ്യാജന്മാരെ സൂക്ഷിക്കാം. കേവലം ലാഭം മാത്രമല്ല, സുസ്ഥിരതയും മികച്ച ബ്രാൻഡിങ്ങിന്റെ പ്രധാന ലക്ഷണമായി ആഗോളതലത്തിൽ കണക്കാക്കപ്പെടുന്നുണ്ട്. ഗ്രീൻ വാഷിംഗ്
യഥാർത്ഥത്തിൽ പരിസ്ഥിതി സൗഹൃദമല്ലെങ്കിലും പരസ്യങ്ങളിൽ തെറ്റായി നൽകുന്നതിനെയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. 100% പ്രകൃതിദത്തമല്ലാത്ത ഉൽപ്പന്നങ്ങളെ പരിസ്ഥിതിക്ക് ഇണങ്ങിയതാണ് എന്ന പേരിൽ ധാരാളം ഉൽപ്പന്നങ്ങളെ വിപണിയിൽ കാണാം. തെറ്റായ പരസ്യം, ഗുണമോ ഫലമോ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന പരസ്യങ്ങളും ബ്രാൻഡുകളെയും കരുതിയിരിക്കണം. സർപ്ലസ് ചാർജ്, ബില്ല് വരുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ ഉൾപ്പെടുത്തുന്നത് ബ്രാൻഡുകൾക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നു. ഫേക്ക് റിവ്യൂ, ശരിയായി പറയാത്ത കാര്യങ്ങൾ റിവ്യൂവിൽ ഉൾപ്പെടുത്തി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ബ്രാൻഡ് ഇമിറ്റേഷൻ, വിപണിയിൽ വിജയിച്ച ബ്രാൻഡിങ്ങിനെ പോലെ മറ്റൊരു ബ്രാൻഡ് നിറത്തിലോ രൂപത്തിലോ ചെറിയ മാറ്റം വരുത്തി വിപണിയിൽ ഇറക്കുന്ന സാഹചര്യം സംജാതമായിട്ടുണ്ട്. മികച്ചതിനെ ആര് കണ്ടെത്തും? ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനത്തിൻ്റെയും ഗുണമേന്മയുടെയും വിപണിയിലെ സുസ്ഥിരതയും പരിശോധിച്ചാണ് ഒരു ബ്രാൻഡ് മികച്ചതാണോ എന്ന് നിശ്ചയിക്കുന്നത്. വിപണിയിൽ എത്രത്തോളം പണപരമായ മൂല്യമുണ്ട് എന്നതും വിശ്വാസ്യതയും, ബ്രാൻഡിനെ എത്രത്തോളം വിശ്വസിക്കുന്നു, ഉൽപ്പന്നം സേവനം അത് ഉപയോഗിക്കുന്നു എന്നത് കുറച്ചുകൂടി മികച്ച ബ്രാൻഡിനെ തിരഞ്ഞെടുക്കുമ്പോൾ മാനദണ്ഡമാകുന്നുണ്ട്. താഴെ പറയുന്ന ആഗോള വിലയിരുത്തൽ സംവിധാനങ്ങളാണ് ബ്രാൻഡിങ്ങിലുള്ളത്. ഇന്റർ ബ്രാൻഡ്, ഇവർ പുറത്തിറക്കുന്ന ബെസ്റ്റ് ഗ്ലോബൽ ബ്രാൻഡ്സ് റിപ്പോർട്ട് ആഗോള പ്രശസ്തമാണ്. ബ്രാൻഡ് ഫിനാൻസ്, ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ബ്രാൻഡുകളെ സാമ്പത്തിക മൂല്യത്തിനനുസരിച്ച് വർഗീകരിക്കുന്നു. ഇവർ പുറത്തിറക്കുന്ന ഗ്ലോബൽ 500 പട്ടിക ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡുകളുടെ പട്ടികയാണ്. കാന്താർ ബ്രാൻഡ്, ഒരു ബ്രാൻഡ് ജനങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അർത്ഥവത്തായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങളും ഡാറ്റകളും വിശകലനം ചെയ്താണ് ഇവർ മികച്ച ബ്രാൻഡിനെ നിശ്ചയിക്കുന്നത്. ഫോബ്സ്, ആഗോള ബിസിനസ് മാസികയായ ഫോബ്സ് ബ്രാൻഡുകളുടെ ലാഭക്ഷമതയും വിപണിയിലെ മേധാവിത്വവും അടിസ്ഥാനമാക്കി മികച്ച ബ്രാൻഡുകളുടെ പട്ടിക പുറത്തുവിടാറുണ്ട്. ബ്രാൻഡിങ്ങിന്റെ ഭാവി എന്താണ്? ആധുനിക ബിസിനസ് ലോകത്ത് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ആസ്തി അതിന്റെ ബ്രാൻഡാണ്. ലാഭത്തിനൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയും സുസ്ഥിരതയും അഭിവാജ്യ ഘടകമായ ബ്രാൻഡിങ്ങിൽ നിർമ്മിത ബുദ്ധി കടന്നു വന്നതോടെ പ്രകൃതിയെയും മനുഷ്യരെയും പരിഗണിക്കാത്ത അവസ്ഥ വന്നു ചേർന്നു. ഭാവിയിൽ കണ്ണുകൾ കൊണ്ടോ ചെവികൾ കൊണ്ടോ ആയിരിക്കില്ല ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കുക, മറിച്ച് ന്യൂറൽ ബ്രാൻഡീസ് ആയിരിക്കും. ബ്രാൻഡുകളുടെ ചിപ്പുകൾ ന്യൂറൽ ലിങ്കുകളിലൂടെ നേരിട്ട് മനുഷ്യന്റെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അതിന്റെ അനുഭവം മനസ്സിൽ അനുഭവിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ബ്രാൻഡിംഗ് മാറുന്നതാണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ഓരോ വ്യക്തിയുടെയും DNA, സ്വഭാവം, ആരോഗ്യം എന്നിവ കൃത്യമായി വിശകലനം ചെയ്ത് അവർക്ക് അനുയോജ്യമായ വ്യക്തിഗത ബ്രാൻഡുകൾ നിലവിൽ വരുന്ന ഡാറ്റ ഹ്യൂമൻ സിംബയോസിസ് ആകും ഇനി ബ്രാൻഡിങ്ങിനെ നയിക്കുക. വെർച്വൽ റിയാലിറ്റിയിൽ നിന്ന് റിയൽ വെർച്വാലിറ്റിയിലേക്കാണ് ബ്രാൻഡിംഗ് പോകുന്നത്. സന്തോഷം, സമാധാനം, ആവേശം എന്നിവ നേരിട്ട് അനുഭവിക്കുവാൻ കഴിയുന്ന തരത്തിൽ ബ്രാൻഡിംഗ് മാറിയിട്ടുണ്ട്. വികാരങ്ങളുടെ വിപണനമാണ് കൂടുതലായി ബ്രാൻഡിങ്ങിൽ ഉണ്ടാകാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയുടെ വരവോടെ ബ്രാൻഡിംഗ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ കമ്പനികൾക്ക് മാത്രം ബോധ്യമായിരുന്ന ബ്രാൻഡിംഗ് ഇന്ന് സാധാരണക്കാർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സാർവത്രികമായി മാറി. താഴെ പറയുന്ന മാറ്റങ്ങൾ നിർമ്മിത ബുദ്ധി ബ്രാൻഡിങ്ങിൽ ഉണ്ടാക്കി. ബ്രാൻഡിങ്ങിന് ജനാധിപത്യവൽക്കരണം ഉണ്ടായി. ചിലവ് ഗണ്യമായി കുറഞ്ഞു. പേഴ്സണൽ ബ്രാൻഡിംഗ്, ഉൽപ്പന്നങ്ങൾ മാത്രമല്ല വ്യക്തികളും ബ്രാൻഡുകളായി മാറി. സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം കഴിവുകളും അറിവുകളും പങ്കുവയ്ക്കുന്നതിലൂടെ സ്വന്തമായി ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാകുന്നു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ, വൈദഗ്ധ്യമുള്ളവർ വിവിധ ഉൽപ്പന്നങ്ങളിൽ പ്രചാരത്തിനായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഉപഭോക്താക്കളുമായി നേരിട്ടുള്ള ബന്ധം സോഷ്യൽ മീഡിയ ഉണ്ടാക്കിത്തരുന്നു. കസ്റ്റമർ സപ്പോർട്ട് ലഭിക്കുന്നു. സുസ്ഥിരത ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയ എന്നത് ഒരു ബ്രാൻഡിംഗ് വളരാനുള്ള വലിയൊരു വഴിയായി മാറി. പക്ഷേ അവിടെ സത്യസന്ധത പുലർത്തിയില്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ സാധിക്കില്ല എന്ന കാര്യം അടിവരയിട്ട് പറയാം. ബ്രാൻഡിംഗ് സംബന്ധിച്ച് ധാരാളം പരാതികൾ ഉണ്ടാകാം. താഴെ പറയുന്ന സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിക്കാം. ഉപഭോക്തൃ കോടതിയിൽ പരാതികൾ ഫയൽ ചെയ്യാം. ഡാക്കിൽ ഓൺലൈൻ പോർട്ടൽ വീട്ടിലിരുന്ന് പരാതികൾ നൽകാം. ദേശീയ ഹെൽപ്പ് ലൈൻ 1800111400 എന്ന നമ്പറിൽ വിളിച്ച് പരാതി പറയാം. കൂടാതെ 1915 എന്ന നമ്പറിലും ഫോണിലൂടെ പരാതി നൽകാവുന്നതാണ്. കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ .gov.in എന്ന വെബ്സൈറ്റിലൂടെയും പരാതികൾ നൽകാം. തെറ്റായതോ
അശ്ലീലമായ ഉള്ളടക്കമുള്ള ബ്രാൻഡുകൾക്കെതിരെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഇന്ത്യൻ ASCIയിൽ പരാതി നൽകുക. വെബ്സൈറ്റ് ASCIonline.in. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPAയിൽ തെറ്റായ അവകാശവാദം ഉന്നയിക്കുന്ന ബ്രാൻഡുകൾക്കും എതിരെ പരാതി നൽകാം. പരാതി നൽകുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒറിജിനൽ ബില്ലുകൾ സൂക്ഷിക്കുക. വാറണ്ടി ഗ്യാരണ്ടി കാർഡുകൾ സൂക്ഷിക്കുക. പാക്കിങ്ങിലെ ചേരുവകൾ ശ്രദ്ധിക്കുക. ഗുണനിലവാര സർട്ടിഫിക്കറ്റുകളുടെ വിവരം സൂക്ഷിക്കുക. ഉദാഹരണം ISI, FSSAI, അഗ്മാർക്ക് എക്സെട്ര. പാക്കിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബ്രാൻഡിങ്ങും കുട്ടികളും. ബ്രാൻഡിങ്ങുകളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ കുട്ടികളാണ്. കുട്ടികളെ ആകർഷിക്കുവാനുള്ള വ്യത്യസ്ത ചേരുവകളാണ് ബ്രാൻഡിങ്ങിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയർ ഫാമിലി ആയതോടെ കുട്ടികൾക്ക് കുടുംബത്തിൽ വലിയ സ്ഥാനം ലഭിച്ചു. കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് മിക്ക വീടുകളിലും നിലവിൽ വാങ്ങുന്നത്. ഏറ്റവും വേഗത്തിൽ ചിലവാകുന്ന ഉപഭോക്തൃ വസ്തുക്കളായ സോപ്പ്, പേഴ്സ്, ബിസ്ക്കറ്റുകൾ, ലഘുഭക്ഷണം എന്നിവ എല്ലാം ഇന്ന് ഏത് കമ്പനിയുടേത് വാങ്ങണമെന്ന് കുട്ടികളാണ് തീരുമാനിക്കുന്നത്. മാളുകളുടെ മായാലോകം വ്യാപിച്ചതോടെ ചെറിയ പർച്ചേസുകൾ അപ്രത്യക്ഷമാവുകയും വിപണിയിലെ ബ്രാൻഡിംഗ് മായാവലയത്തിൽ മയങ്ങി ആവശ്യമില്ലാത്തതും കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങിയും ധാരാളം സാധനങ്ങൾ വാങ്ങിക്കേണ്ടതായി വരുന്നു. ഇന്ത്യയിലെ ജനസംഖ്യയിൽ 3% മാത്രമാണ് കേരളീയർ എങ്കിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോക്തൃ വസ്തുക്കളിൽ 15% കേരളത്തിലാണ് ചിലവാകുന്നത്. പഴയ കാലത്ത് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ബ്രാൻഡുകൾ നൽകുന്ന ഓഫറുകൾക്കനുസരിച്ച് മെസ്സേജിനും വഴിപ്പെട്ടാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത്. ആളുകളുടെ ഇടയിൽ സ്റ്റാറ്റസായി ബ്രാൻഡുകൾ മാറിയതോടെ കുടുംബങ്ങൾ തമ്മിൽ ഒരു കിടമത്സരം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിപണിയിൽ ഓരോ ബ്രാൻഡും പുതിയ ഫീച്ചർ ഇറക്കുന്നതോടെ അത് വാങ്ങിക്കൂട്ടുവാൻ പരക്കം പായാൻ തുടങ്ങും. ഏറ്റവും പുതിയ മോഡൽ കൈമുതലായവർക്ക് സമൂഹത്തിൽ മികച്ച സ്ഥാനമാണ് ലഭിക്കുന്നത്. വാഹന വിപണിയെ ബ്രാൻഡിംഗ് വലിച്ചു മുറുക്കിയിരിക്കുന്നു. ഭക്ഷണശാലകളും പുതിയ വിദേശ ഫുഡുകളും ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് അപ്പടി വിശ്വസിച്ച് കുട്ടികൾ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലത്ത് പോയി നിർവികാരതയോടെ ഇരിക്കാനേ മുതിർന്നവർക്ക് സാധിക്കുന്നുള്ളൂ. ലക്ഷം ഫോളോവേഴ്സ് ഉള്ളവരുടെ പ്രോത്സാഹനം കേട്ട് കുട്ടികൾ പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ അമ്പരന്ന് നിൽക്കാനേ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുള്ളൂ. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ പോകുന്ന ആധുനിക കച്ചവട തന്ത്രങ്ങൾക്ക് മുമ്പിൽ ഇതികർത്തവ്യമൂഢരായി മുതിർന്നവർ നിൽക്കുമ്പോൾ വർത്തമാനകാല സാഹചര്യം പരമാവധി ഉപയോഗിച്ച് ജൻസി സമൂഹം അരങ്ങ് തകർക്കുകയാണ്. കാഴ്ചയിലുള്ള ആകർഷണത്തിന്റെ ചുഴിയിലാണ് യുവസമൂഹമുള്ളത്. സൂപ്പർ ഹീറോ പരിവേഷം ലഭിക്കുന്നതിന് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ട് അനുകരിക്കുന്നവരും കഥാപാത്രങ്ങളെ വിശ്വസിക്കുന്നവരുമായി കുട്ടികൾ മാറിയതോടെ ബ്രാൻഡിംഗ് വിപണി കുട്ടികളുടേതായി മാറി. പഴമയിലെ നല്ല ശീലങ്ങൾ ഇല്ലാതാകുകയും കുട്ടികളിൽ അനാവശ്യ വാശി ഉണ്ടാകുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ജഗ് ഫുഡിൽ അസ്തിത്വം ഇല്ലാതായി പോകുന്നതും എല്ലാത്തിനും ഉപരിയായി മൂല്യച്യുതി സംഭവിക്കുന്നതായും കാണാം. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? സ്വന്തമായി ഒരു ബ്രാൻഡ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രാൻഡിന്റെ പേരും ലോഗോയും മറ്റാരും ഉപയോഗിക്കാതിരിക്കുവാൻ അത് ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യുന്നതും വാണിജ്യ മന്ത്രാലയത്തിന് കീഴിൽ ഓഫീസ് ഓഫ് ദി കൺട്രോളർ ജനറൽ ഓഫ് പാറ്റന്റ്, ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സ് എന്ന സ്ഥാപനത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഓൺലൈനിൽ ഇ-ഫയലായി ipindiaonline.gov.in എന്ന വിലാസത്തിൽ രേഖകൾ സഹിതം അപേക്ഷിക്കണം. ഓഫ്ലൈനായി മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നേരിട്ട് പോയി രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലുള്ളവർ ചെന്നൈയിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ബ്രാൻഡിന്റെ നാമം, ലോഗോ എന്നിവ മറ്റാരും ഉപയോഗിക്കാത്തത് ഉണ്ടാകണം. ബ്രാൻഡ് ഏത് വിഭാഗത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കണം. ഉദാഹരണം ഭക്ഷണം, വസ്ത്രം, സേവനം എന്നിങ്ങനെ. 45 ക്ലാസുകൾ ലഭ്യമാണ്. വ്യക്തിയാണോ MSME ആണോ എന്ന് വ്യക്തമാക്കണം. ഫീസ് അടക്കുകയും വേണം. ട്രേഡ് മാർക്ക് അറ്റോർണി വഴിയോ അക്ഷയ വഴിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട ജൻവാണി ശ്രോതാക്കളെ, ഉപഭോക്താക്കളുടെ മനസ്സിൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുവാൻ ബ്രാൻഡ് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ആകെത്തുക. നിർമ്മിതി ബുദ്ധിയുടെ നീരാളി പിടുത്തത്തിൽ മനുഷ്യസ്പർശം നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് ബ്രാൻഡ് ഉണ്ടാക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. ബ്രാൻഡിന്റെ തനിമ നഷ്ടപ്പെടുത്തുന്ന ഒന്നും തന്നെ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. ഉൽപ്പന്നങ്ങളെ ഓർക്കുവാനും സേവന മൂല്യം നൽകുവാനും ഉതകുന്ന ബ്രാൻഡിന്റെ സൽപ്പേര് കൈമോശം വരാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഉപഭോക്താവിന് മനസ്സിലുള്ള മതിപ്പിന് യാതൊരു കോട്ടവും വരാതെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയല്ലേ? അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതുവരേക്കും വിട. സ്നേഹപൂർവ്വം ഞാൻ റിൻഷ. ആശയം
ടി ഷാഹുൽ ഹമീദ്. FM ഓപ്പൺ സ്പേസ്, പാട്ടിനപ്പുറം അല്പം വിജ്ഞാനം.